അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റ് അസ്സിദുഖ് വൽ അമാനു, സത്യസന്ധതയും വിശ്വസ്തതയും. ഇതിൽ 3 പാഠങ്ങളുണ്ട്. ഒന്നാമത്തേത് കുൻ അമീനൻ എന്നൊരു ഖിസ്വ താരീഖിയ ആണ്. ഖിസ്വ താരീഖിയ എന്ന് പറഞ്ഞാൽ ചരിത്രകഥ, അതായത് ചരിത്രത്തിൽ നിന്നും എടുക്കപ്പെട്ട ഒരു സംഭവം കഥയായി എഴുതിയത്. ആ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ചിത്രമുണ്ട്. ഒരു പഴയ ത്രാസൊക്കെയുള്ള ഒരു കടയുടെ ചിത്രമാണ്. കടയിലൊരു ആൾ സാധനം വാങ്ങാൻ വന്നിരിക്കുന്നു. കച്ചവടക്കാരൻ സാധനം തൂക്കിക്കൊടുക്കുകയാണ്. വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരനാണെങ്കിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതെ സാധനം കസ്റ്റമർക്ക് നൽകും. അങ്ങനെയാണ് കച്ചവടക്കാർ ആകേണ്ടത്. കച്ചവടക്കാർ മാത്രമല്ല, എല്ലാവരും സത്യസന്ധതയും വിശ്വസ്തതയും ഉള്ളവരാവണം. ഇനി ഈ കഥ എന്താണെന്ന് നോക്കാം. കുൻ അമീനൻ എന്ന് പറഞ്ഞാൽ നീ വിശ്വസ്തനാവുക എന്നാണ്. കഥ നോക്കാം. ദാത്ത സബാഹിൻ, ഒരു പ്രഭാതത്തിൽ, അർസല താജിറുൻ, ഒരു കച്ചവടക്കാരൻ അയച്ചു, ഖാദിമഹു, തൻ്റെ സേവകനെ. ഖാദിം സേവകൻ, ഹു അദ്ദേഹത്തിൻ്റെ. കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ സേവകനെ അയച്ചു. ഇലസൂക്കി, മാർക്കറ്റിലേക്ക്, ചന്തയിലേക്ക്. എന്തിനു വേണ്ടിയാണ് അയച്ചത്? ലിബൈഇൽ മലാബിസി, വസ്ത്രങ്ങൾ വിൽക്കാൻ വേണ്ടി. അപ്പോൾ കച്ചവടക്കാരൻ വസ്ത്രങ്ങളുടെ കച്ചവടക്കാരനാണ്. തൻ്റെ സേവകന് വസ്ത്രങ്ങളുടെ ഒരു കെട്ട് നൽകിക്കൊണ്ട് ഇത് ചന്തയിൽ പോയി വിറ്റ് വരാൻ ആവശ്യപ്പെട്ടു. ഇന്ദൽ ഹുറൂജി, അങ്ങനെ സേവകൻ വസ്ത്രങ്ങളും കൊണ്ട് ചന്തയിലേക്ക് പുറപ്പെടുമ്പോൾ, ഇന്ദൽ ഹുറൂജി, പുറപ്പെടുമ്പോൾ, കാലത്താജിറുലിൽ ഹാദിമി, താജിർ സേവകനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ബൈന ഹാദിഹിൽ മലാബിസി, ഈ വസ്ത്രങ്ങൾക്കിടയിൽ, സൗബുൻ, ഒരു വസ്ത്രമുണ്ട്, ഫീഹി ഐബുൻ, അതിൽ ഐബുണ്ട്, ന്യൂനതയുണ്ട്. ന്യൂനത എന്ന് പറഞ്ഞാൽ കുറവ്, അതായത് എന്തെങ്കിലും കുറവുള്ള, ന്യൂനതയുള്ള, വല്ല കളർ മങ്ങിയതോ അല്പം കീറിയതോ അങ്ങനെ അല്പം പഴകിയതോ അങ്ങനെ ഏതോ ഒരു ന്യൂനതയുള്ള ഒരു വസ്ത്രം ഇതിനകത്തുണ്ട്. ആ വസ്ത്രം ലാ തുഖ്ഫി ഹാദ മിനന്നാസി, ആ കാര്യം നീ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കരുത്. അഹ്ഫ എന്നാൽ മറച്ചു വെച്ചു. ലാ തുഖ്ഫി, നീ മറച്ചു വെക്കരുത്. ഹാദ, ഏത് ഇങ്ങനെ ഈ ന്യൂനതയുള്ള വസ്ത്രത്തിൻ്റെ കാര്യം, അതായത് വസ്ത്രത്തിനുള്ള ന്യൂനത നീ മറച്ചു വെക്കരുത്. മിനന്നാസി, ജനങ്ങളിൽ നിന്നും. എന്ന് വെച്ചാൽ ആ വസ്ത്രം വിൽക്കുമ്പോൾ വാങ്ങുന്നയാളോട് പറയണം, ഈ വസ്ത്രത്തിന് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇന്ന ന്യൂനതകളുണ്ട് എന്ന് പറയണം. അല്ലാതെ ന്യൂനതയൊന്നുമില്ല, നല്ല വസ്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വസ്ത്രം വിൽക്കരുത് എന്ന് കച്ചവടക്കാരൻ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു. വാഫക്കഹു അൽ ഖാദിമു, ഖാദിം അത് സമ്മതിച്ചു. വാഫക്ക, യോജിച്ചു, സമ്മതിച്ചു. അങ്ങനെ വസല ഇല സൂക്കി, അദ്ദേഹം മാർക്കറ്റിലെത്തി. ഇജ്തമഅൻ നാസു ഹൗലഹു, ജനങ്ങൾ അയാളുടെ ചുറ്റും കൂടി. ഇജ്തമഅൻ നാസു, ജനങ്ങൾ ഒരുമിച്ച് കൂടി. ഹൗലഹു, അയാളുടെ ചുറ്റും, ഖാദിമിൻ്റെ ചുറ്റും ഒരുമിച്ച് കൂടി. ലിഷിറ എൽ മലാബിസി, വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടി ആളുകളൊക്കെ വന്നു. ബാ അൽ ഖാദിമു ജമീ അൽ മലാബിസി, ഖാദിം എല്ലാ വസ്ത്രങ്ങളും വിറ്റു. ഫി വക്തിൻ ഖസീരിൻ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. വ ആദ മസ്റൂറൻ, എന്നിട്ട് സന്തോഷത്തോടെ മടങ്ങി. ബാ ആ മീൻസ് വിറ്റു. ബാ അൽ ഖാദിമു, ഖാദിമ വിറ്റു. ജമീ അൽ മലാബിസി, എല്ലാ വസ്ത്രങ്ങളും. ജമീ കുല്ല്, എല്ലാ. ഫി വക്തിൻ ഖസീരിൻ, ഖസീർ മീൻസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ വസ്ത്രങ്ങളും വിറ്റു. വ ആദ, എന്നിട്ട് അയാൾ മടങ്ങി. മസ്റൂറൻ, സന്തോഷത്തോടെ. അങ്ങനെ സന്തോഷത്തോടെ മടങ്ങുമ്പോൾ, വഫി ത്വരീഖി, വഴിയിൽ വെച്ച്, തദക്കറൽ ഖാദിമു ഓർത്തു, നസീഹത്ത താജിരി, കച്ചവടക്കാരൻ്റെ ഉപദേശം. അതായത് ആ ന്യൂനതയുള്ള വസ്ത്രം ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രമേ വിൽക്കാവൂ എന്ന് ഉപദേശിച്ചത്, എന്ന് പറഞ്ഞ ആ ഉപദേശം അപ്പോഴാണ് ഓർത്തത്. വനദിമ ആല ഫേലിഹി, അദ്ദേഹം തൻ്റെ പ്രവൃത്തിയിൽ ഖേദിച്ചു. എന്ന് വെച്ചാൽ അയാൾ വിറ്റപ്പോൾ ന്യൂനതയുള്ള കാര്യം പറയാൻ മറന്നുപോയി. എല്ലാ വസ്ത്രവും വിറ്റ് കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഖേദം വന്നു. താൻ അത് പറഞ്ഞില്ലല്ലോ എന്നോർത്ത് ഖേദിച്ചു. വഖാലഫി നഫ്സിഹി, അയാൾ മനസ്സിൽ പറഞ്ഞു, മാദാസ അഖൂലു ലി സയ്യിദി, ഞാൻ എൻ്റെ യജമാനനോട് എന്ത് പറയും?
ബിഅതു സൗബ മഅ ഐബിഹി, ആ വസ്ത്രം ഞാൻ അതിൻ്റെ ന്യൂനതയോടെ വിറ്റു. ന്യൂനത ഉണ്ട് എന്ന് പറയാതെയാണ് ഞാൻ കസ്റ്റമർക്ക് ആ വസ്ത്രം വിറ്റത്. ഫജതൻ, പെട്ടെന്ന് റജ അൽ ഖാദിമു ഇല സൂഖി, ഖാദിമ് അങ്ങാടിയിലേക്ക് മടങ്ങി. വസ അല അനിൽ മുസ്തരി, എന്നിട്ട് ആ കസ്റ്റമറെക്കുറിച്ച് അന്വേഷിച്ചു. വസ അല, അദ്ദേഹം ചോദിച്ചു, അനിൽ മുസ്തരി, ആ ഡ്രസ്സ് വാങ്ങിയ ആളെക്കുറിച്ച്. അതായത് കടയിലുള്ളവരോട്, മാർക്കറ്റിലുള്ള ആളുകളോട് അന്വേഷിച്ചു, എൻ്റെ അടുത്ത് നിന്നും ഇങ്ങനെ ഒരു ഡ്രസ്സ് വാങ്ങിയിരുന്ന ഒരാൾ, അയാളെ കണ്ടിരുന്നു എന്ന്. വലാക്കിൻ, പക്ഷേ ലം യജിദ്ഹു, അയാളെ കണ്ടെത്താൻ ഇയാൾക്ക് സാധിച്ചില്ല. ഫസ്വാറ ഹസീനൻ, അങ്ങനെ അയാൾ ദുഃഖിതനായി. എന്നിട്ടോ വഫിൽ മസായി, വൈകുന്നേരം ആദൽ ഖാദിമു ഇല താജിരി, ഖാദിം താജിറിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയി. വക്കാല, എന്നിട്ട് പറഞ്ഞു, അഫ്വൻ യാ സയ്യിദി, മാപ്പ് തരണം യജമാനനെ. നസീത്തു നസീഹത്തക്ക, താങ്കളുടെ ഉപദേശം ഞാൻ മറന്നുപോയി. നസീത്തു, ഞാൻ മറന്നു. നസീഹത്തക്ക, താങ്കളുടെ ഉപദേശം. വബിഅതു സൗബ മഅ ഐബിഹി, ഞാൻ ആ വസ്ത്രം അതിൻ്റെ ഐബോടുകൂടെ തന്നെ വിറ്റുപോയി. ബിഅതു, ഞാൻ വിറ്റു. ഫക്കറ താജിറു ഖലീലൻ, ഇത് കേട്ടപ്പോൾ താജിർ അല്പം ആലോചിച്ചു. ഫക്കറ, ആലോചിച്ചു. വക്കാല, എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബ് ഇല സൂഖി, നീ സൂക്കിലേക്ക് പോവുക. വതസദ്ദഖ് ബിസമനിൽ മലാബിസി കുല്ലിഹി, എന്നിട്ട് ആ വസ്ത്രങ്ങളുടെ മുഴുവൻ വിലയും നീ ദാനം ചെയ്യുക. എന്താണ് പരിഹാരമായിട്ട് താജിർ പറഞ്ഞത്? ഇദ്ഹബ് ഇല സൂഖി, നീ അങ്ങാടിയിലേക്ക് പോവുക. വതസദ്ദഖ്, എന്നിട്ട് ദാനം ചെയ്യുക. ബിസമനിൽ മലാബിസി, ആ വസ്ത്രങ്ങളുടെ, നീ വിറ്റ് കൊണ്ടുവന്ന വസ്ത്രങ്ങളുടെ വില, വസ്ത്രങ്ങൾ വിറ്റ് കിട്ടിയ ആ പൈസ, കുല്ലിഹി, അത് മുഴുവൻ, ആ മുഴുവൻ പൈസയും നീ എന്ത് ചെയ്യുക? ദാനം ചെയ്യുക എന്ന് പറഞ്ഞു. തൻ്റെ കയ്യിൽ ഒരു ന്യൂനതയുള്ള വസ്ത്രം വിറ്റുപോയതിൻ്റെ പേരിൽ ഹറാമായ ഒരു ചെറിയ സംഖ്യ തൻ്റെ സമ്പാദ്യത്തിൽ വന്നുപോയി എന്നൊരു കാരണത്താൽ, ആ കസ്റ്റമറെ വഞ്ചിച്ചു എന്നൊരു ബോധ്യം മനസ്സിലുണ്ടായതിനാൽ അതിന് പ്രായശ്ചിത്തമായിട്ട് ഈ കച്ചവടക്കാരൻ, സത്യസന്ധനായ വിശ്വസ്തനായ ഈ കച്ചവടക്കാരൻ ചെയ്തത് ഇത്രയും വലിയ കാര്യമാണ്. തൻ്റെ മുഴുവൻ, ആ വസ്ത്രങ്ങൾ മുഴുവൻ വിറ്റ് കിട്ടിയ മുഴുവൻ സമ്പാദ്യവും ദാനം ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന സിദ്ഖ, സത്യസന്ധത, തീർച്ചയായും സത്യസന്ധത, യഹ്ദി ഇലൽ ബിർരി, നന്മയിലേക്ക് നയിക്കും. വഹുവ ഖുലുഖുൻ ഹസനുൻ, അതൊരു സൽസ്വഭാവമാണ്. യുഹിബ്ബുഹു അന്നാസു, ആ സൽസ്വഭാവം ഉള്ളവനെ ജനങ്ങൾ വിശ്വസിക്കും, ജനങ്ങൾ സ്നേഹിക്കും. വയസിഖൂന ബിഹി, അവനെ ജനങ്ങൾ വിശ്വസിക്കും. ഫഹുവ ത്വരീഖുൽ ഹുബ്ബി, സ്നേഹത്തിൻ്റെ പാതയാണ് സത്യസന്ധത. വൽ കബൂലി ലദന്നാസി, ജനങ്ങളുടെ ഇടയിൽ, ജനങ്ങളുടെ അടുക്കൽ സ്വീകാര്യത, കബൂൽ മീൻസ് സ്വീകാര്യതയും ഹുബ്ബ്, സ്നേഹവും കിട്ടാനുള്ള വഴിയാണ് സത്യസന്ധനാവുക എന്നത്. സത്യസന്ധനായാൽ ജനങ്ങൾ സ്നേഹിക്കും, ജനങ്ങളുടെ അടുക്കൽ സ്വീകാര്യത ഉണ്ടാകും. അസ്സിദ്ഖു ഖുലുഖുൻ കരീമുൻ, സത്യസന്ധത ഒരു മഹത്തായ സ്വഭാവമാണ്. യഖ്റുബു ഇലൈഹിന്നാസു, ജനങ്ങൾ അതിലേക്ക് അടുക്കും, സത്യസന്ധതയിലേക്ക്, അല്ലെങ്കിൽ സത്യസന്ധനായ ആളിലേക്ക് ജനങ്ങൾ അടുക്കും. അസ്സിദ്ഖു മിന സിഫാത്തിൽ ഹമീദത്തി, എല്ലാം ഒരേ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധത സ്തുത്യർഹമായ ഗുണങ്ങളിൽപ്പെട്ട ഒരു ഗുണമാണ്. വഹുവ ത്വരീഖുൻ ലിൽ ഖൈരി വന്നജാത്തി, നന്മയിലേക്കും വിജയത്തിലേക്കുമുള്ള പാതയാണത്. ഓക്കെ, തുല്ലാബി, വിദ്യാർത്ഥികളെ, ഹൽ തഅരിഫൂന, നിങ്ങൾക്കറിയാമോ, മൻ ഹാദ താജിറുൽ അമീനു, ഈ വിശ്വസ്തനായ കച്ചവടക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നഅം, അതെ, ഹുവ അൽ ഇമാമു അബൂ ഹനീഫ റഹിമഹുല്ലാ, അൽ ഇമാം അബൂ ഹനീഫയാണ്. നമുക്കറിയാം ഇസ്ലാമിലെ വലിയൊരു പണ്ഡിതനാണ് അബൂ ഹനീഫ, അല്ലേ? 4 മദ്ഹബുകളിലെ ഒന്നാമത്തെ മദ്ഹബിൻ്റെ ഇമാമാണ്. അദ്ദേഹമാണ് ഈ കച്ചവടക്കാരൻ. അദ്ദേഹത്തിൻ്റെ തഖ്വയുടെ വലിപ്പമാണ് നമ്മളവിടെ കണ്ടത്, സൂക്ഷ്മതയുടെ വലിപ്പം. ഓക്കെ, ഇനി ഈ പാഠത്തിൽ 2-3 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലാ തസ്തുർ ഹാദൽ ഐബ, ഈ ഐബ്, ഈ ന്യൂനത നീ മറച്ചു വെക്കരുത്, അമാമന്നാസി, ജനങ്ങളുടെ മുമ്പിൽ. മൻ കാല ഹാദ, ഇതാരാണ് പറഞ്ഞത്? ആരാ പറഞ്ഞത്? അത്താജിറു, കച്ചവടക്കാരനാണല്ലേ? അതെ. രണ്ടാമത്തെ ചോദ്യം,
ലിമ ഇജ്തമ അന്നാസു ഹൗലൽ ഖാദിമി. ജനങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു ഖാദിമിൻ്റെ ചുറ്റും കൂടിയത്? എന്തിനു വേണ്ടിയായിരുന്നു? വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടി അല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരം ഇങ്ങനെ എഴുതാം. ഇജ്തമ അന്നാസു ഹൗലൽ ഖാദിമി. ജനങ്ങൾ ഖാദിമിൻ്റെ ചുറ്റും കൂടി ലിഷിറാ ഇൽ മലാബിസി. വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടി. ഓക്കെ. ഇജ്തമ അന്നാസു ജനങ്ങൾ ചുറ്റും കൂടി ഹൗലൽ ഇജ്തമ അന്നാസു ജനങ്ങൾ ഒരുമിച്ച് കൂടി ഹൗലൽ ഖാദിമി ഖാദിമിൻ്റെ ചുറ്റും ലിഷിറാ വാങ്ങാൻ വേണ്ടി അൽ മലാബിസ് വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടി. മൂന്നാമത്തെ ചോദ്യം, ലിമ ഖജിലൽ ഖാദിമു. ഖാദിം എന്തിനാണ് ലജ്ജിച്ചത്? ഖജില എന്ന് പറഞ്ഞാൽ ലജ്ജിച്ചു. നമ്മളെ പാഠത്തിൽ ഖാദിം ലജ്ജിച്ചു എന്ന് വന്നിട്ടില്ല, ഖാദിം ഖേദിച്ചു എന്നിവിടെ വന്നിട്ടുണ്ടല്ലേ. തദക്കറ അൽ ഖാദിം നസീഹത്ത താജിരി വ നദിമ അല ഫീലിഹി. എന്നിട്ട് തൻ്റെ പ്രവൃത്തിയിൽ അദ്ദേഹം ഖേദിച്ചു എന്ന്. തൽക്കാലം നമുക്ക് ലിമ നദിമൽ ഖാദിമു എന്ന് ചോദ്യം മാറ്റാം അല്ലേ. ലിമ നദിമൽ ഖാദിമു. ഖാദിം എന്തിനാണ് ഖേദിച്ചത്? എന്തിനാണ് ഖേദിച്ചത്? വസ്ത്രം ന്യൂനതയോടെ വിറ്റുപോയി അല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇങ്ങനെ എഴുതാം. നദിമൽ ഖാദിമു. ഖാദിമ് ഖേദിച്ചു. ലി അന്നഹു കാരണം അവൻ ബാഅ സൗബ വസ്ത്രങ്ങൾ വിറ്റു. ആ വസ്ത്രം വിറ്റു. അസൗബ് മീൻസ് വസ്ത്രം. ആ വസ്ത്രം വിറ്റു മ ഐബിഹി അതിൻ്റെ ന്യൂനതയോടെ വസ്ത്രം വിറ്റതിനാലാണ് ഖാദിമിന് ഖേദമുണ്ടായത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ലിമാദാ ദഹബൽ ഖാദിമു ഇല സൂഖി മറത്തൻ സാനിയത്തൻ. ഖാദിം എന്തിനാണ് രണ്ടാമതും അങ്ങാടിയിലേക്ക് പോയത്? എന്തിനാണ് രണ്ടാമതും പോയത്? ദഹബൽ ഖാദിമു ഇല സൂഖി മറത്തൻ സാനിയത്തൻ. ഖാദിമ് രണ്ടാമതും മാർക്കറ്റിലേക്ക് പോയി സ്വതക്ക ചെയ്യാൻ വേണ്ടി, ദാനം ചെയ്യാൻ വേണ്ടി, ബി സമനിൽ മലാബിസി കുല്ലിഹി വസ്ത്രങ്ങളുടെ മുഴുവൻ വിലയും ദാനം ചെയ്യാൻ വേണ്ടിയാണ് രണ്ടാമത് അങ്ങാടിയിലേക്ക് പോയത്. മാതാ അമറ താജിറു ബി സമനിൽ മലാബിസി. വസ്ത്രങ്ങളുടെ വില കൊണ്ട് എന്താണ് താജിർ കൽപ്പിച്ചത്? വസ്ത്രങ്ങളുടെ വില എന്ത് ചെയ്യാനാണ് താജിർ കൽപ്പിച്ചത്? എന്ത് ചെയ്യാനായിരുന്നു? അമറ താജിറു താജിർ കൽപ്പിച്ചു അൻ സ്വതക്ക ചെയ്യാൻ ബി സമനിൽ മലാബിസി കുല്ലിഹി വസ്ത്രങ്ങളുടെ മുഴുവൻ വിലയും സ്വതക്ക ചെയ്യാനാണ് താജിർ കൽപ്പിച്ചത്. ഓക്കെ. ഇതിൻ്റെ ബാക്കിയുള്ള തംരീൻ അടുത്ത വീഡിയോയിൽ പറയാം.